അങ്ങനെ ഗിരീഷ് ഏഴിയുടെ സംവിധാനത്തിൽ വന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ ഞാനിന്ന് കാണുകയുണ്ടായി. രാവിലെ തന്നെ ആയിരുന്നു ഷോ. സിനിമ തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെ നുറുങ്ങ് തമാശകളും എന്നാൽ പൊട്ടിച്ചിരികളും ഉണർത്തുന്ന രംഗങ്ങളും കയ്യടികളും കൊണ്ട് മുഖരിതമായിരുന്നു തിയേറ്റർ എന്ന് വേണം പറയാൻ. ഒരു ഇമോഷണൽ സൈഡിലേക്ക് പോലും സിനിമ ഒരു ഘട്ടത്തിൽ കണക്കുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും എന്നൊരു എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചില്ല. എല്ലാം ഒരു ലിമിറ്റഡാക്കി വെച്ചിട്ട് പോയ ഒരു സിനിമ തന്നെയാണ് ഇത്. എല്ലാവരുടെ പെർഫോമൻസ് വളരെ കുറേ കഥാപാത്രങ്ങളുണ്ട്, എന്നാൽ എല്ലാവരെയും അതേപോലെ മനോഹരമായിട്ട് അവർ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ചെറിയൊരു പോർഷനിൽ വന്നു പോകുന്ന ആളാണെങ്കിൽ പോലും മീൻസ് ആ സിനിമയുടെ അവരുടെ ലൈഫിൽ അത്ര ആ കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്കെല്ലാം വ്യക്തമായുള്ളൊരു സംഭാഷണങ്ങളും എല്ലാം ഉണ്ട്. സിനിമയുടെ തിരക്കഥ തന്നെയാണ് ഈ ഒരു സിനിമയുടെ നട്ടലെന്ന് വേണം തീർച്ചയായിട്ടും പറയാൻ. പ്രേമലു എന്ന സിനിമയിലൂടെ എങ്ങനെയാണോ ആ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തത് അതേ സംഭവം തന്നെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് സെയിം കഥ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇവിടെയും ഒരു സിമ്പിളായിട്ടുള്ളൊരു ത്രെഡാണ്, എന്നാൽ അത് മനോഹരമായിട്ട് പല സംഭാഷണങ്ങളിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളിലൂടെ ഇന്ന് ഉപയോഗിക്കുന്ന പൊതുവേ നമ്മൾ സ്ഥിരം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന തമാശ സംഭാഷണങ്ങളൊക്കെ അതേപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കണക്റ്റ് ആവും. എല്ലാ കഥാപാത്രങ്ങളും വളരെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ട് എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു അവരുടെ ഭാഗം ചെയ്തിട്ടുണ്ട്. മമിത ബൈജും ഒബ്വിയസ്ലി നിവിൻ പോളിയും രണ്ടുപേരുടെ കോമ്പിനേഷൻ വളരെ നമുക്കെന്താ പറയുക, ഒരു വിയേർഡായിട്ട് തോന്നാത്ത രീതിയിൽ, എന്നാൽ അത് നല്ല രീതിയിൽ തന്നെ ത്രൂ ഔട്ട് ഒരു സിനിമയുടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഗിരീഷ് ഏഴിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഓണം അച്ചായൻ തൂക്കി, അല്ലെങ്കിൽ അച്ചായനും മമിത ബൈജും പിന്നെ എല്ലാവരും കൂടെ തൂക്കി എന്ന് തന്നെയാണ് എനിക്ക് ഒരു പ്രേക്ഷകനെന്ന രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഈ ഒരു ഓണത്തിന് തീർച്ചയായിട്ടും നമ്മുടെ തിയേറ്ററുകളിലേക്ക് വന്നിട്ട് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗിരീഷ് ഏഴി ഓൾറെഡി പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു കയ്യൊപ്പ് പതിച്ചിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി മറ്റ് പ്രേമലുവിന് മുമ്പിറങ്ങിയ സിനിമ അതിന് ശേഷം പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അതെ അയാം കാതലൻ അതിനെന്ത് ആ ഒരു വർക്കൗട്ട് ആയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ വീണ്ടും ഒരു എന്താ പറയുക, വീണ്ടും ഒരു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റി മുന്നേറുമെന്ന് തന്നെയാണ് ഒരു സാധാ പ്രേക്ഷകരെന്ന രീതിയിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സിനിമയെ കുറിച്ച് എന്നോട്. കാരണം ഇതൊരു ത്രൂ ഔട്ട് സിനിമ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്, കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പ്രേമലു എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽ തന്നെ ഈ ഒരു പോകുന്നുണ്ട്. എന്നാൽ നമുക്കതൊരു റിപ്പറ്റേഷനോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിത് മറ്റേ സിനിമയിൽ കണ്ടതാണല്ലോ അല്ലെങ്കിൽ ഇതാണല്ലോ ഇത് റിപ്പീറ്റേഷൻ ആണല്ലോ എന്ന് പോലും തോന്നിപ്പിക്കാത്ത, ഒരിക്കലും മുഷിപ്പിക്കാത്ത രീതിയിലാണ് ഒരു സിനിമ. അത് തീർച്ചയായിട്ടും വളരെ കയ്യടി, ഇത് തിരക്കഥയ്ക്ക് വളരെ കയ്യടി അർഹിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്.